ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു സൈഡ് ഡിഷെന്നോ ഒരു സ്നാക്കെന്നോ പറയാം. കുർക്കുറെ ഓക്ര ഫ്രൈ അല്ലെങ്കിൽ ക്രിസ്പി ബീണ്ടി ഫ്രൈ. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടക്ക, ബീണ്ടി, ഹിന്ദിയിൽ ബീണ്ടി എന്ന് പറയും, ഇത് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈർപ്പം ഒന്ന് നമുക്ക് ഒപ്പിയെടുക്കാം. ഒരു തുണിയോ ഉപയോഗിച്ച് ഇതിൻ്റെ ഈർപ്പം മൊത്തമായൊന്ന് ഒപ്പിയെടുക്കാം. ആദ്യം ഇതിന് ഓക്ര എന്നും ബീണ്ടി എന്നും ലേഡീസ് ഫിംഗർ എന്നും പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതിന് ശേഷം നമുക്ക് ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ വെണ്ടക്കയാണെങ്കിൽ 4ആയിട്ട് കീറിയെടുക്കണം. 4ആയി കട്ട് ചെയ്തെടുക്കണം. വലിയ വെണ്ടക്കയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മിഡിലേക്കൂടെ ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ട് 8 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനുള്ളിലെ സീഡ് എടുത്ത് കളയാം. ഞാനത് ഇവിടെ എടുത്ത് കളയുന്നില്ല. അതേപോലെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ്. കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ബീണ്ടി ഫ്രൈ എന്ന് പറയുന്നത്. ഇതേപോലെ ഞാൻ ബാക്കിയുള്ള വെണ്ടക്കയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് അയമോദകത്തിൻ്റെ പൊടി കൂടി ഞാനിവിടെ 1/2 ടീസ്പൂൺ അയമോദകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ആരോഗ്യ ഗുണമുള്ള ഒരു സ്പൈസാണ്. ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല കയ്യിലില്ലെങ്കിൽ കുറച്ച് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്താലും മതി. കുറച്ച് ജീരകപ്പൊടി, ക്യുമിൻ പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട്, ഈ മസാലകളെല്ലാം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് വെണ്ടക്കയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അയമോദകം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വയറിനൊക്കെ ഈസി ഡൈജഷനും മറ്റും ഗ്യാസുള്ള പ്രോബ്ലവും മറ്റും ദൂരീകരിക്കാൻ അയമോദകം വളരെ ഉപകാരപ്രദമാണ്. ഇനി നമുക്കിത് ഏകദേശം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വീണ്ടും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത്രയും അളവിൽ വെണ്ടക്കയ്ക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ കടലമാവിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഇതിലെ ഈർപ്പമെല്ലാം ഒന്ന് മേലോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക്, അല്ലെങ്കിൽ ഒരു ചോറിൻ്റെ ചപ്പാത്തിയുടെ കൂടിയൊക്കെ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ് ഇത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നല്ലോണം ഉണ്ടാകുന്നത് വളരെ രുചിപ്രദമായിരിക്കും. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുത്ത് മുളകിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗത്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെണ്ടക്കയും ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നല്ലവണ്ണം എണ്ണ ചൂടാക്കിയതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബീണ്ടി ഫ്രൈ ഏകദേശം തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം ഒന്ന് മറ്റൊരു പാത്രത്തിലേക്ക്, സെർവ് ചെയ്യാൻ പറ്റിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുഴുവൻ ബീണ്ടിയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്.